ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തേത് ഒരു ഇംഗ്ലീഷ് സീരീസാണ്, ഈവിൾ അൺഎർത്ത്. ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യാനയിലെ മൺറോ ഹൗസിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഹൊറർ ഡോക്യുമെൻ്ററിയാണ് ഈവിൾ അൺഎർത്ത്. ഇത് ഓഗസ്റ്റ് 19 മുതൽ ആമസോൺ പ്രൈം വഴി ലഭ്യമാകും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വി ആർ നോട്ട് സേഫ് ഹിയർ. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഓഗസ്റ്റ് 22 മുതൽ ഇത് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മാ. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാൽ ഫൂറിയ സംവിധാനം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് മാ. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് തലൈവൻ തലൈവി. വിജയ് സേതുപതിയെയും നിത്യമേനോനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാണ്ഡിരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ചിത്രമാണ് തലൈവൻ തലൈവി. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്പി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. OTT റിലീസ് ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഓഗസ്റ്റ് അവസാനത്തോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്ന പുതിയ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് മലയാളം മൂവിയാണ് കോലാഹലം. സന്തോഷ് പുത്തൻ, കുമാർ സുനിൽ, അച്യുതാനന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത ഒരു കോമഡി മൂവിയാണ് കോലാഹലം. സൺ നെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂത്രവാക്യം. ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി യൂജിയൻ ജോസ് ചിറമ്മൽ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സൂത്രവാക്യം. ഓഗസ്റ്റ് 21 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ദയ മോഷ്ടികനായ ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ബാന്ദ്ര. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയകൃഷ്ണയുടെ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ആക്ഷൻ മൂവിയാണ് ബാന്ദ്ര. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. റൂമർ പ്രകാരം അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വർ രാജൻ, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം, ബൈജു സന്തോഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് മധു സംവിധാനം ചെയ്ത സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഇതൊരു ഫാൻറ്റസി കോമഡി ത്രില്ലർ മൂവിയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്കാണ് ഇതിന്റെ OTT റിലീസ്. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.